ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. യേശുവിനെ അടക്കം ചെയ്തതിന് ശേഷം ഞായറാഴ്ച പുലർച്ചെ ചില സ്ത്രീകൾ അവൻ്റെ ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അവർ അവിടെ എത്തിയപ്പോൾ ഒരു ദൂതനെ കണ്ടു. കല്ലറ അടച്ചിരുന്ന കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടു. ഭയപ്പെടേണ്ട, ദൂതൻ ആ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാം. കാരണം അവർ ഭയന്ന് ഞെട്ടിവിറച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസരമായിരുന്നു അത്. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. മരിക്കുന്നതിന് മുൻപ് അവൻ വാഗ്ദാനം ചെയ്തതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വീണ്ടും ദൂതൻ അവരോട് പറയുന്നു, വരൂ, കാണൂ. അവരെ കല്ലറയുടെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു. ദൂതൻ ഇവിടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അറിയിക്കുന്നു. എല്ലാം മാറ്റപ്പെടുന്ന ഒരു നിമിഷമാകുന്നു ഇത്. യേശു മരണത്തെ പരാജയപ്പെടുത്തി താൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു. ശൂന്യമായ ശവകുടീരം കാണിക്കുന്നത് അവൻ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ധ്യാനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ പുനരുത്ഥാനത്തെ ലക്ഷ്യമാക്കി കടന്നു വന്ന നാം എല്ലാവരും ഇന്ന് അവൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റേതായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.